വളരെ പ്രധാനപ്പെട്ട വിവരം, കേരളത്തിലേക്കുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റിൽ KC വേണുഗോപാൽ ഇല്ല എന്നുള്ളതാണ്. ദീപാദാസ് മുൻഷിയും ഹൈക്കമാൻഡ് നിരീക്ഷകരുമായിരിക്കും 4 മണിയോടുകൂടി തിരുവനന്തപുരത്ത് ഇറങ്ങുക. KC വേണുഗോപാൽ ഇല്ല എന്നതിന്റെ സൂചന എന്താണ്? മാർഷൽ വി സെബാസ്റ്റ്യൻ തിരുവനന്തപുരത്ത്. മാർഷൽ, ഫ്ലൈറ്റിൽ KC ഇല്ല. അപ്പോ ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വീട്ടിലാണ് KC വേണുഗോപാൽ ഉള്ളത്. KC അല്ല, അപ്പോൾ VD ഓർ RC എന്ന നിലയിലേക്ക് ഇക്വേഷൻസ് മാറുകയാണോ? അതിന്റെ സൂചനയാണോ? ആ സൂചന നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടേക്ക് വരുന്ന ഫ്ലൈറ്റ് 1 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് 3:45 ഇവിടെ എത്തുന്ന 4 മണിക്ക് ഇവിടെ ഇറങ്ങുന്ന ഒരു ഫ്ലൈറ്റ് ചാർട്ടേഡ് ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക്. അവിടുന്ന് എയർപോർട്ട് അധികൃതർ നൽകുന്ന വിവരം അനുസരിച്ച് അതിൽ ദീപാദാസ് മുൻഷിയുടെ പേരിലാണ് അത് ഇട്ടിട്ടുള്ളത്. അതിൽ KC വേണുഗോപാലിന്റെ പേരില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ 1 മണി വരെ സമയമുണ്ട്. ഇപ്പോൾ സമയം ഇനിയും 2 മണിക്കൂർ കൂടി സമയം കിടപ്പുണ്ട്. ആ സമയത്തിൽ എപ്പോൾ വേണമെങ്കിൽ അവർ ചാർട്ടേഡ് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റാണ്. അതുകൊണ്ട് അവർക്ക് പേര് മാറ്റാം എന്നും എയർപോർട്ട് അധികൃതർ പറയുന്നുണ്ട്. ആര് വരുന്നു എന്നുള്ളതല്ല, അതിനകത്തെ നമ്പർ മാത്രമേ എയർപോർട്ട് അധികൃതർ പരിഗണിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 4 പേർ വരുന്നുണ്ട് എന്ന് മാത്രമാണ് അറിയുന്നത്. അത് ദീപാദാസ് മുൻഷിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് KC വേണുഗോപാലിന്റെ പേരില്ല. ദീപാദാസ് മുൻഷിയുടെ പേര് മാത്രമേ ഔദ്യോഗികമായി ഉള്ളൂ. മറ്റ് 3 പേർ ആര് എന്നത് ഇപ്പോൾ അവിടെ നൽകേണ്ടതില്ലേ? അങ്ങനെ ഇല്ലേ? അങ്ങനെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇല്ലേ? അപ്പോൾ ഇനി വേണ്ടി വന്നാൽ KC കൂടെ ഉൾപ്പെടും, അങ്ങനെ കരുതാം. ദീപാദാസ് മുൻഷിയുടെ പേരിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് വിവരം ലഭിക്കുന്നത്. അതിനകത്ത് KCയുടെ പേരുണ്ടോ എന്ന് എടുത്തു ചോദിച്ചപ്പോൾ KCയുടെ പേരില്ല എന്നുള്ള വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ കഴിഞ്ഞ ലൈവിൽ നിന്ന് കൃത്യമായിട്ട് അനന്തരമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മൾ പറയുകയും ചെയ്തു, ഈ അവസാന നിമിഷം മറ്റേ സിനിമയിലൊക്കെ കൂട്ട് അവസാനം 1 മണിയാകുമ്പോഴത്തേക്ക് ഒരു പേര് ഓടി വന്നൊരു പാസഞ്ചറിന്റെ പേര് കൂടി അതിൽ വരുമെന്നൊക്കെ നമ്മൾ പറയും ചെയ്തു. അതിപ്പോ നമ്മൾ പറഞ്ഞ കേട്ടിട്ട് മറ്റു ചാനലുകളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആ വാർത്ത. സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് ഉറപ്പിച്ച് പറയാൻ വേണ്ടി ഇപ്പോഴും സാധിക്കാത്തതിന്റെ കാരണം, ഈ ഫ്ലൈറ്റിലേക്ക് KC വേണുഗോപാലിനെ അവർക്ക് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ തീരുമാനമാണ്. അവർക്ക് ആ പേര് ഉൾപ്പെടുത്താം. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് വരുന്ന ലിസ്റ്റിനകത്ത് KC വേണുഗോപാൽ 4 യാത്രക്കാരല്ലേ? ഒരു സംശയമില്ല, ദീപാദാസ് മുൻഷി, പിന്നെ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും എന്ന നിലയിൽ 2 പേരെ കൂടി കണ്ടാൽ 3. ഒരാളുടെ ഒഴിവുണ്ടല്ലോ. ആ 4ാമത്തെ ആൾ ആരാണ്? ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പൈലറ്റ് ഉൾപ്പെടെയാണ് 4 പേർ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ സംശയം വന്നത്. കാരണം ഒരാൾ പൈലറ്റ് മാറിക്കഴിഞ്ഞതിന് ശേഷം ഈ 3 പേരുടെ പേരാണ് അവർ പറയുന്നത്. കാരണം ഇതിൽ KC വേണുഗോപാലിന്റെ പേരുണ്ടോ എന്ന് എടുത്തു ചോദിച്ചപ്പോഴാണ് KC വേണുഗോപാലിന്റെ പേര് ഇപ്പോൾ തന്നിട്ടുള്ള ലിസ്റ്റിലില്ല എന്ന് പറയുന്നത്. 2 നിരീക്ഷകരും ദീപാദാസ് മുൻഷിയുമാണ് ഈ ഫ്ലൈറ്റിൽ എത്തുന്നത് എന്നുള്ള ഒരു അറിയിപ്പ് വരുന്നത്. ആ വിവരമാണ് നമ്മൾ പുറത്തു വരുന്നത്. എന്നാൽ അവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എപ്പോൾ വേണമെങ്കിലും ഇനി 1 മണിക്ക് ആ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് മുമ്പ് ആരെങ്കിലും മാറ്റി KC വേണുഗോപാലിന്റെ പേര് ഉൾപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവരത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റി സാധിക്കുന്നുണ്ട്, KC വേണുഗോപാൽ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇല്ല എന്നുള്ള വിവരമാണ് അത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ ഇല്ലാതെ അവർ വരുമ്പോൾ KCയുടെ പേര് മാറ്റി നിർത്തി എന്നുള്ള തരത്തിലേക്ക് ചർച്ചകൾ വഴിവെടുത്തുന്നു എന്നാണ്. എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാനും കഴിയില്ല. ഒരുപക്ഷെ നാടകീയമായി ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വരുന്നവർ ഈ ലിസ്റ്റും കൊണ്ടാണ് വരുന്നത്. ഒരുപക്ഷെ ദീപാദാസ് മുൻഷിക്ക് പോലും ഈ സീൽഡ് കവറിൽ എന്താണ് പേര് എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. ഇവിടെ വന്ന് വായിച്ചു കഴിയുമ്പോൾ മറ്റൊരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പിന്നീട് സത്യപ്രതിജ്ഞയ്ക്കായി KC വന്നുകൂടായികയില്ല. അതേസമയം വേറെ രസകരമായ സംഗതി അല്പസമയം മുമ്പ് K മുരളീധരൻ പറഞ്ഞു, ഞാൻ നാളെ 1-ാം തീയതിയാണ് ഗുരുവായൂർ പോകുന്നത്. പ്രതാപൻ പറഞ്ഞ ഗുരുവായൂർ സ്ഥിരമായിട്ട് തൊഴാൻ വരുന്ന ആളാകുമോ മുഖ്യമന്ത്രി? അല്ല, അത്തരം സാധ്യത അത് സൂചനയാണ്. അത് ഇപ്പോൾ നേരത്തെ അമൽ പറയുന്നത് കേട്ടു. രമേശ് ചെന്നിത്തലയ്ക്കുള്ള സാധ്യത അമൽ വളരെയധികം കൃത്യമായി പറയുന്നുണ്ട്. കാരണം ഇത്രയും സമയം നീണ്ടു നിൽക്കുമ്പോൾ അവിടെ ദേവദത്തം എന്ന വീട്ടിൽ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ദേവദത്തം മുഴക്കിയാണ് മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ ഇറങ്ങിയത്. പാഞ്ചജന്യമാണ് ശ്രീകൃഷ്ണൻ മുഴക്കിയത്. അപ്പോൾ ദേവദത്തമാണോ പാഞ്ചജന്യമാണോ മുഴങ്ങുന്നതെന്ന് അറിയേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അഭ്യൂഹങ്ങൾ ഇവിടെയുണ്ട്. ഏറ്റവും രസകരമായ കാര്യം, KPCC അധികൃതർക്കോ KPCC ഓഫീസിലോ ഇത് സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ നേരത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. KPCC ഓഫീസിലെ ഓഫീസ് ബെയറേഴ്സിന് എന്നല്ല കേരളത്തിലെ ഒരു കുഞ്ഞിന് പോലും ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് വളരെ രഹസ്യാത്മകമായിട്ടാണ് ഇത്തവണ പേര് ഈ സീൽഡ് കവറിൽ തിരുവനന്തപുരത്തേക്ക് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വരികയാണ്. ഇനി ആ സീൽഡ് കവർ പൊട്ടിക്കുന്നവരെ കാത്തിരിക്കാം.